ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എല്ലാവരും ദുഃഖത്തോടെ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം അനേകർ വിഷമത്തിലും കഷ്ടപ്പാടിലായിരിക്കുന്ന സമയത്ത് നമുക്ക് ദൈവത്തെ ആരാധിക്കാനും പൂർണ്ണ ആരോഗ്യത്തോടെ സഭയിലിരിപ്പാൻ ദൈവം നല്ലൊരു അവസരം ഒരുക്കി. പ്രത്യേകിച്ച് ഞാൻ ഇവിടെയുള്ള പാസ്റ്ററോടും സഭയോടുള്ള നന്ദി അറിയിക്കുന്നു, എന്നെ ഇങ്ങനെ ഒരു മീറ്റിങ്ങിലിട്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തതിന്. ഞാൻ ആദ്യം എൻ്റെ സാക്ഷ്യം ചെറുതായിട്ട് പറയാം. അത് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ച് ഞാനിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ജനിക്കപ്പെട്ടതും വളർത്തപ്പെട്ടതും എല്ലാം ഒരു വിശുദ്ധിയോടെ ആരാധിക്കുന്ന ഒരു ദൈവസഭയിൽ തന്നെയാണ്. എനിക്ക് പലരും പറയുന്നത് പോലെ പിന്മാറി നടന്നു അങ്ങനെയൊന്നും പറയാനില്ല. ഞാൻ നടന്നതും വളർന്നതും എല്ലാം ദൈവസന്നിധിയിൽ. എൻ്റെ അമ്മയും അപ്പനും എന്നെ വളർത്തിയത് അങ്ങനെയാണ്. ദൈവത്തെ എങ്ങനെ ആരാധിക്കണം, എങ്ങനെ നമ്മളനുസരിച്ച് ജീവിക്കണം, അങ്ങനെ തന്നെയാണ് എന്നെ പഠിപ്പിച്ചതും വളർത്തിയതും. ജീവിതത്തിൽ കുഞ്ഞുകാലങ്ങളിൽ ഒത്തിരി കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് എനിക്കതൊക്കെ ഓർക്കുമ്പോൾ അന്ന് ഞാൻ അനുഭവിച്ചത് ഇന്ന് ദൈവത്തിന് വേണ്ടി ഇത്രയും നിൽക്കുമ്പോൾ നിലനിൽക്കാൻ വേണ്ടി ദൈവം എന്നെ പഠിപ്പിച്ചതായിരുന്നു. അതൊക്കെ എൻ്റെ ചെറിയ പ്രായത്തിൽ അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, ഞാൻ ആദ്യത് എൻ്റെ മൂത്ത് ചേച്ചിയാണ്, അപ്പോൾ രണ്ടാമത് അടുത്തതും പെങ്കൊച്ചെന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് അമ്മ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ചാടുകയും വെള്ളം എടുത്തുകൊണ്ട് നടക്കുകയും പിന്നെ ഒത്തിരി എന്തോ ഗുളികയൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പം എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് പ്രോബ്ലം ഉണ്ടായി. 7-ാം മാസത്തിൽ സംതിങ് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി, ഇങ്ങനെ ഒത്തിരി ചെയ്തതുകൊണ്ട്. അപ്പം ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, കൊച്ച് ജനിക്കും, പക്ഷേ എന്തെങ്കിലും വൈകല്യം ഉള്ളതായിട്ടായിരിക്കും ജനിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ജനിക്കുന്നത് മാസം തികയുന്നതിന് മുമ്പെയാണ്. പക്ഷെ ജനിച്ചു വന്നപ്പോൾ എനിക്ക് ഒരു കുറവും ഇല്ലായിരുന്നു. അമ്മ അതിനു മുമ്പേ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു, ദൈവമേ എന്തായാലും ഞാനിതൊക്കെ ചെയ്തു, ജനിക്കും കൊച്ച്, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു കുറവ് വരുത്താതെ എൻ്റെ കുഞ്ഞിനെ തന്നാൽ ഞാൻ അവനെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ പ്രാർത്ഥിക്കാനുണ്ടായി. അങ്ങനെ ഞാൻ വളർന്നു വരുന്ന കാലത്ത് ഞാൻ പഠിക്കുന്ന കുഞ്ഞു പ്രായത്തിൽ സഭയ്ക്ക് ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കാൻ വേണ്ടി തയ്യാറായി. കാരണം അമ്മയും എപ്പോഴും സ്കൂളിന് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് തരുന്നു അതിനേക്കാൾ ഉപരി സഭയ്ക്ക് വേണ്ടി ഇമ്പോർട്ടൻ്റ് തരുമായിരുന്നു. സൺഡേ സ്കൂളാണേലും അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഞാൻ അതിൽ നിന്നൊക്കെ ഇന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, സഭയ്ക്ക് എത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നു ബാക്കി കാര്യം ദൈവം നോക്കിക്കോളും. നമ്മൾ സഭയ്ക്ക് ആദ്യം ഇമ്പോർട്ടൻ്റ് കൊടുക്കണം, കർത്താവിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. ദൈവം കഴിഞ്ഞ് നമുക്ക് ഒരു നന്മയും ഈ ലോകത്തിലില്ല. കാരണം നമ്മൾ സൃഷ്ടിച്ച ദൈവമാണ്. നമ്മുടെ മനസ്സെന്താണെന്ന് ദൈവത്തിനറിയാം. നമ്മൾ എന്താകും, ഇന്നലെ എന്തായിരുന്നു, നാളെ എന്താകും, അതെല്ലാം ദൈവത്തിന് നന്നായിട്ട് അറിയാം. അപ്പം അങ്ങനെ ഞാൻ ഈ വളർന്നു വരുന്ന സമയത്ത് തന്നെ വീട്ടിൽ ഒത്തിരി കഷ്ടപ്പാടായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഈ ചിരട്ട പറക്കിക്കൊണ്ട് കടയിൽ കൊടുക്കും. കടയിൽ കൊടുത്ത 2 നെയ്യപ്പം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ചിരട്ട ഞങ്ങൾ പറക്കിക്കൊണ്ട് കൊടുക്കണം, ഞാനും ചേച്ചിയും കൂടെ. അങ്ങനെ കുറേ കാലം സ്കൂളിൽ നിന്ന് ടൂർ വരുമ്പോഴത്തേക്കും പോകാറില്ല. അങ്ങനെ ഒരു കാര്യങ്ങളിലും ഇൻവോൾവ് ആകാറില്ല. കാരണം അതിനു വേണ്ടിയുള്ള സാമ്പത്തിക നന്മ നമ്മുടെ കയ്യിലില്ല. അപ്പം ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ കീബോർഡ് പഠിക്കാൻ വേണ്ടി ആദ്യമായിട്ട് പോകുന്നത്. അപ്പം എൻ്റെ കയ്യിൽ കീബോർഡോ അങ്ങനെ വായിക്കാൻ വേണ്ടി ഒന്നും അങ്ങനെയുള്ള പൈസ ഇല്ല. അപ്പം അന്ന് ഞങ്ങളുടെ ഒരു ചർച്ചിലിരുന്ന ഒരു പാസ്റ്ററിൻ്റെ ഒരു പഴയൊരു ഹാർമോണിയം ഉണ്ടായിരുന്നു, അതെനിക്ക് തന്നു. അപ്പോൾ ഞാൻ അതും കൊണ്ട് 2 കിലോമീറ്റർ നടക്കും. ഇതും കൊണ്ട് നടന്നിട്ട് അവിടെ നിന്ന് ബസ് കയറി പോകും. അങ്ങനെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എന്നെക്കാളും പലരും പഠിച്ച് മുമ്പിൽ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ഒന്നും പറ്റുന്നില്ലായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി വിദ്യാഭ്യാസത്തിൽ ഒത്തിരി താഴോട്ടാണ്. പഠിക്കാൻ വേണ്ടി എനിക്കൊന്നും മനസ്സോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ചർച്ചിൽ പുതുതായിട്ട് ഇവിടെ ആറയിലുള്ള സാം എന്ന് പറഞ്ഞിട്ടൊരു പാസ്റ്റർ ഞങ്ങളുടെ ചർച്ചിൽ ചാർജ് എടുക്കുന്നത്. അപ്പം പുള്ളി വന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, വീട്ടിൽ പറഞ്ഞു അവനൊരു കീബോർഡ് എടുത്ത് കൊടുക്കണം. അപ്പം ഞങ്ങളുടെ കയ്യിൽ ഒരു വഴിയില്ല കീബോർഡ് എടുക്കാനായിട്ടോ അല്ലെങ്കിൽ കടം മേടിക്കാനായിട്ടോ. ഓൾറെഡി കടമാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു സാമ്പത്തികമോ സാഹചര്യമോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ അന്നും ഇന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ആ പ്രായത്തിൽ ഞാൻ ആദ്യമായിട്ട് പാറശാല കാണുന്നത് എൻ്റെ +1 പഠിക്കാൻ വേണ്ടി വരുമ്പോഴാണ്. ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടില്ല. വീട്ടിൽ കുറേ പശുക്കളുണ്ട്, അതിനെ വളർത്തും. അങ്ങനത്തെ ഒരു പ്രാകൃതമായിരുന്നു. പക്ഷേ പിന്നത്തേൽ കീബോർഡ് എടുക്കാൻ വേണ്ടി ഇരുന്നപ്പോഴും ഇതിൽ നിന്നൊരു പശുവിനെ തന്നെയാണ് ഞങ്ങൾ കൊടുത്ത് ആദ്യമായിട്ട് 8000 രൂപയ്ക്ക് ഒരു കീബോർഡ് എനിക്ക് എടുത്തു തന്നു. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ടേണിംഗ് പോയിന്റ്. പിന്നെ എനിക്ക് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയെ കിട്ടി, ദൈവം തന്നു. അതെൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇന്നും ഞാൻ ഈ ഓരോ സ്റ്റേജിൽ നിൽക്കുകയും അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നതിൻ്റെയൊക്കെ കാരണം അമ്മയുടെ പ്രാർത്ഥനയാണ്. ഞാൻ ചില സമയത്ത് തിരക്കാകുമ്പോൾ എനിക്ക് ഒരു ടൈം കാണത്തില്ല, ഉറങ്ങുന്നതൊക്കെ വളരെ കുറവാണ്. അപ്പം പ്രാർത്ഥിക്കാൻ വേണ്ടി ടൈം കിട്ടത്തില്ല. പക്ഷെ അമ്മയുടെ പ്രാർത്ഥന എന്നെ ഇന്ന് വരെ നിലനിർത്തി. അപ്പൻ്റെ ഒരു സപ്പോർട്ട്, എന്ത് പറഞ്ഞാലും എനിക്ക് കീബോർഡ് എടുക്കണം, പൈസ ഇല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കടം മേടിച്ചു കൊണ്ട് തരും. ദൈവവേലയ്ക്കെന്ന് പറഞ്ഞ് ഒരു പൈസ പോലും
അമ്മയും ആണേലും പപ്പയാണേലും ചിലപ്പോൾ ലോൺ അടയ്ക്കാൻ വെച്ചിരിക്കുന്ന പൈസ ആയിരിക്കും സഭയിലൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ എടുത്തു കൊടുക്കും. അത് കഴിയുമ്പോൾ ദൈവം നമുക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് തന്നിട്ടുണ്ട്. ജീവിതത്തിൽ കൊടുത്ത് പഠിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ അങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ആദ്യമായിട്ടൊക്കെ പ്രോഗ്രാമിന് പോകുന്ന ടൈമിൽ നമുക്ക് പൈസയൊന്നും കിട്ടത്തില്ല. ഇപ്പം ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ടായിരിക്കും ചെയ്യുന്നത്, കാരണം നമ്മൾ ഈ സിറ്റുവേഷനിൽ വരുന്നതേ ഉള്ളൂ. അപ്പം പലയിടത്തുനിന്നും നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്താൽ പോലും വായിക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മളെ വിളിക്കാതെ ഒത്തിരി അവോയ്ഡിങ് ഒക്കെ വരാറുണ്ട്. പിന്നെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എനിക്ക് പേയ്മെൻറ്റ് ഞാൻ ആദ്യമായിട്ട് കിട്ടിയത് 50 രൂപയാണ് എനിക്ക് ഫസ്റ്റായിട്ട് ഞാൻ പ്രോഗ്രാമിൽ വായിക്കുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ ആ കാര്യത്തിലെല്ലാം വിശ്വസ്തയോടെ നിന്നു. സഭയിലെ പണികൾ ചെയ്യുമ്പോഴത്തേക്കും സ്കൂൾ ലീവ് എടുത്ത് എന്ത് പണിയുണ്ടെങ്കിലും അവിടെ എന്ത് വർക്കുണ്ടെങ്കിലും ആദ്യം ഞാൻ മുമ്പതിയിലുണ്ടാവുമായിരുന്നു. അങ്ങനെ എൻ്റെ ലൈഫ് ഇങ്ങനെ പോകുന്ന വഴിയിലാണ് ഞാൻ +2 പഠിത്തം കഴിഞ്ഞു. അതുപോലെ കോളേജ് പഠിക്കാൻ പോയി. കോളേജ് പഠിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ കീബോർഡിൽ കുറച്ചുകൂടെയൊക്കെ വായിക്കാനും ദൈവം എന്നെ കുറച്ച് മേലോട്ട് വളർത്തി. അപ്പോൾ അവിടെയും എനിക്ക് വളരെ സപ്പോർട്ടായിരുന്നു. അവിടെയുള്ള സാറുമാരെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞിട്ട് കോളേജിൽ വന്നാൽ മതി എന്ന് പറയും എൻ്റെ അടുത്ത്. അപ്പം എൻ്റെ കൂടെ പഠിക്കുന്നവർക്കെല്ലാം എൻ്റെ അടുത്ത് ഇച്ചിരി ഇതുണ്ടെങ്കിലും സാറുമാർ വലിയ സപ്പോർട്ടായിരുന്നു. ദൈവവേല നീ ചെയ്യും, അതിനുശേഷം ഞങ്ങളുടെ കോളേജിൽ വന്നു. എനിക്ക് ഫുൾ അവർ അറ്റൻഡൻസ് എല്ലാം അവർ ഇടുമായിരുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അപ്പം ഞാൻ പഠിക്കുന്ന കാലത്തെല്ലാം എന്നെ എല്ലാവരും വിളിക്കുന്ന പാസ്റ്റർ എന്നായിരുന്നു. സാധാരണ ടീച്ചർമാർ ചോദിക്കുന്നത് നിനക്ക് എന്താവണമെന്ന് എണീറ്റെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് പാസ്റ്റർ ആവണമെന്ന് പറയുമായിരുന്നു. പണ്ട് എനിക്ക് പാസ്റ്റർമാരെ വലിയ കാര്യമായിരുന്നു, കാരണം ദൈവത്തിൻ്റെ വേല ചെയ്യുക. അങ്ങനെ നമ്മുടെ മൈൻഡ് മൊത്തം അതാണ്. നമുക്കിപ്പം ലോകത്തിൽ അല്ലെങ്കിൽ അങ്ങനെ കുറേ ആൾക്കാർ ആരെയും അറിയത്തില്ല, ദൈവമാണ് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് അപ്പനും അമ്മയും, ആ ലെവലായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ വളർന്ന് കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ആദ്യമായിട്ട് ഈ പാസ്റ്റർ, ഞാൻ പറഞ്ഞില്ല എന്നെ വളർത്താൻ വേണ്ടി ഞങ്ങളുടെ ചർച്ചയിൽ വന്ന പാസ്റ്റർ, പുള്ളി എന്നെ കൊണ്ട് പുറത്ത് കൊണ്ടുപോയി, അല്ലെങ്കിൽ ഓരോ ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ തരും. അങ്ങനെ വളർന്നു വരുന്ന സമയത്ത് എൻ്റെ രണ്ടാമത് എക്സൽ VBS മിനിസ്ട്രീസ് എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി ഉണ്ട്. എൻ്റെ ലൈഫിൽ രണ്ടാമത്തെ ടേണിംഗ് പോയിൻ്റ് അതായിരുന്നു. അവിടെ ഞാൻ എത്തിപ്പെടുവാൻ ഇടയായി. അവിടെ എത്തിയതിന് ശേഷം എൻ്റെ ഡ്രസ്സിങ്ങോ ഒന്നും ഇങ്ങനെയല്ലായിരുന്നു. അത് അന്ന് അവരിപ്പോഴും എൻ്റെ അടുത്ത് പറയും, ഞാൻ ആദ്യമായിട്ട് പോകുന്നത് വലിയ പണ്ടത്തെ ഒരു മോഡലും ഇല്ല, നോർമൽ ഡ്രസ്സ് വലിയ അങ്ങനെയൊക്കെ ഇട്ടൊക്കെ പോകത്തുള്ളൂ. അവരെന്നെ വഴക്ക് പറഞ്ഞു, ഇനി മേനല്ല നീ ഇവിടെ വരണമെങ്കിൽ ഷൂ ഇട്ടുകൊണ്ട് വരണം, ഇല്ലെങ്കിൽ നിന്നെ കയറത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഷൂ ഇടാൻ മടിയാണ് എന്ന് പറഞ്ഞാലും അവരെന്നെ ഒത്തിരി എൻകറേജ് ചെയ്തു. അവിടെ ഒത്തിരി പ്രോഗ്രാംസ്, മീറ്റിംഗ് കാര്യങ്ങൾ വന്നു. അതിനുശേഷം ഞാൻ ലോക്ക്ഡൗണിൽ ഇവിടെ നാട്ടിലോട്ട് വന്നു. ഞാൻ പത്തനംതിട്ടയായിരുന്നു. ലോക്ക്ഡൗണിൽ നാട്ടിൽ വന്നു. അപ്പോഴാണ് എനിക്ക് ഈ മ്യൂസിക് പ്രൊഡക്ഷനും കാര്യങ്ങളും അതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ലോക്ക്ഡൗൺ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര പ്രയോജനം ചെയ്തു. ഞങ്ങളൊരു ചേട്ടൻ അവിടെ സ്റ്റുഡിയോയിലുള്ള ബ്ലസ്സഡ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ എന്നെ അതിനുവേണ്ടി പറഞ്ഞു തരും, കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ ലൈഫിൽ അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് എനിക്കൊരു സോങ് ദൈവം തന്നത്, പ്രാണം പോകണം ജീവൻ തന്നു എന്ന് പറഞ്ഞിട്ടൊരു ഗാനം ദൈവം തരുവാനിടയായി. അപ്പം ഞാൻ കുഞ്ഞിലെ ഇത്രയും ദൈവത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പള്ളിക്ക് ചെയ്തു, സഭയ്ക്ക് ചെയ്തു, അന്നൊന്നും ഒരു പ്രതിഫലവും ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല. കാരണം ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇന്ന് 5000 രൂപ ദൈവത്തിന് കൊടുത്താൽ നാളെ 10 രൂപ കിട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ദൈവം ഒന്നും തരത്തില്ല. അന്ന് ചെയ്യുന്ന സമയത്ത് നമ്മൾ പൂർണ്ണ മനസ്സോടെ കിട്ടുമോ ഇല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ജീവിച്ചു പോകും എന്നുള്ള ചിന്തയിൽ ദൈവത്തിന് വേണ്ടി മാക്സിമം പറ്റുന്നതിനധികം കൊടുത്തു. പക്ഷേ ദൈവം അത് നമ്മൾ വളർന്നു വന്നപ്പോഴത്തേക്കും ദൈവം നല്ലൊരു അനുഗ്രഹത്തിലായിട്ട് മാറ്റി. അതുപോലെ തന്നെ +2 പഠിക്കുന്ന സമയത്ത് എൻ്റെ യൂണിഫോം ഞാൻ അമ്മ ഇന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ബാക്കിൽ ഒരു ലോഡ് തുണിയുണ്ട്, കാരണം കീറം വെച്ച് തെച്ച് ആയത്. അതൊന്നും കളഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്ക് വസ്ത്രം ഞാൻ മേടിക്കുന്നതിനേക്കാളും പുറത്തുനിന്ന് ആൾക്കാരെ മേടിച്ചു തന്നെ. യാത്ര ഞാൻ പലതും പോയിട്ടില്ല, പക്ഷേ ഇന്നൊന്നും എൻ്റെ പൈസയ്ക്കല്ല യാത്ര ചെയ്യുന്നത്. പലരുടെ വണ്ടിയിൽ പല വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ട്. എല്ലാം ദൈവത്തെ നമ്മൾ ഉയർത്തിയാൽ ദൈവം നമുക്ക് ഉറപ്പായിട്ട് തരും. പക്ഷേ ദൈവം തരാൻ വേണ്ടി നമ്മൾ ഇതൊന്നും ചെയ്യരുത്. അതാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്. അതുപോലെ തന്നെ കുഞ്ഞിലെ എൻ്റെ അമ്മയും പപ്പയും പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, വീട്ടിലൊന്നും ഇല്ലെങ്കിലും ഈ ദശാംശം കൊടുക്കും. പാസ്റ്റർ ഇന്നലെ പറഞ്ഞു, എനിക്കത് വളരെ സന്തോഷമായി ആ കാര്യത്തിൽ. പ്രത്യേകിച്ച് 10 രൂപ കിട്ടിയാൽ 1 രൂപ അത് ഉറപ്പായിട്ടും മാറ്റിയിരിക്കും. നമ്മൾ ദൈവത്തിൻ്റെ പൈസ ഒരിക്കലും മോഷ്ടിക്കരുത്, എന്നാൽ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ചതാണ്. ഇപ്പോഴും ഞാൻ എന്ത് പ്രോഗ്രാം വന്നാലും ഒരു 5000 10,000 1 ലക്ഷം രൂപ കിട്ടിയാലും 10,000 വീട്ടിൽ ചെന്നോടെ ആദ്യം അത് വെച്ചിട്ട് ഞാൻ ബാക്കി പൈസ ചിലവാക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ദൈവം ഒത്തിരി ഉയർത്തുന്നുണ്ട്, ഒത്തിരി മാനിക്കുന്നുണ്ട്. കാരണം ബൈബിളിലൊരു വചനം പറഞ്ഞിട്ടുണ്ട്, ഞാനത് വായിക്കാം. 2 കൊരിന്ത്യർ 9:7. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാവണം. ഇപ്പോൾ 5000 നമ്മൾ പെട്ടെന്ന് തോന്നി, അപ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങളോടെ വരും. അവിടെ അത് കൊടുക്കണം, ഇവിടെ ഇത് കൊടുക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് 5 കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അതൊരു 500 കൊടുത്താൽ മതി. നമ്മുടെ മൈൻഡിൽ ഓൾറെഡി അതാവും.
അപ്പോൾ ഈ 500 നമ്മൾ കൊടുത്തതുകൊണ്ട് ഒരു ഉപയോഗമില്ല. അതിനേക്കാളും നമ്മൾ 500 കൊടുക്കാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. അതാണ് ദൈവം പറഞ്ഞത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ദൈവം സ്നേഹിക്കുന്നവൻ എന്താ എന്ന് ബൈബിളിൽ മറ്റൊരു വചനം പറയുന്നു, 1 കൊരിന്ത്യർ 2:9. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അപ്പം ദൈവം സ്നേഹിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന് കൊടുക്കാനുള്ളത്, ദൈവത്തിന് ചെയ്യാനുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയെ മാത്രമേ ദൈവത്തിന് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ദൈവം നമ്മളെ സ്നേഹിച്ച് നമുക്കറിയാം. ക്രൂശിലെ കാര്യങ്ങളൊന്നും ഞാൻ പറയണ്ട, ഒത്തിരി ദൈവം നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനും ഒരു പെറ്റ അമ്മ പോലും ചെയ്യത്തില്ല. അതാണ് ദൈവം ചെയ്തത്. അപ്പോൾ ആ ദൈവം നമ്മൾ സ്നേഹിക്കണമെങ്കിൽ ദൈവം നമ്മൾ അനുസരിക്കണം. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കുകയും ഓർക്കുകയും ചെയ്യുന്നൊരു കാര്യമുണ്ട്. നമുക്ക് ഈ ലോകത്ത് ഒത്തിരി പേരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ സിനിമ ആർട്ടിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു വ്യക്തികളായിരിക്കാം, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം പലരും. പക്ഷെ അവരെന്ത് പറഞ്ഞാലും നമ്മളൊരു പരിധി വരെ അത് ചെയ്തു കൊടുക്കും. ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും നമ്മൾ മാക്സിമം അത് ട്രൈ ചെയ്യും. എന്നാൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ നമ്മളൊരു 1000 ക്വസ്റ്റ്യൻ ചോദിക്കും. ദൈവം അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ, എങ്ങനെ ചെയ്യണം? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രോബ്ലംസാണ്. പക്ഷേ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അബ്രഹാമിനെ പോലെ നമ്മളത് കണ്ണടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വിശ്വസ്തരായിരിക്കണം. എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ കഥ നമുക്കറിയാം. ഇസാക്കിനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം ചെന്ന് ഭാര്യയോട് പറയും. എന്നിട്ട് കർത്താവിനോട് തന്നെ, കർത്താവ് ഭാര്യയെ സമ്മതിച്ചില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു. നമുക്ക് പ്രോബ്ലംസ് അല്ലെങ്കിൽ അതിനൊരു ഇത് കണ്ടെത്തണം എന്നതാണ് നമ്മളിത്. പക്ഷെ അബ്രഹാം അങ്ങനെ ചെയ്തില്ല. അബ്രഹാം അവിടെ ഒരു തീരുമാനമെടുത്തു, ഞാൻ പറയില്ല ദൈവത്തിന് വേണ്ടി ഇത് ഞാൻ ചെയ്യുമെന്നുള്ളത്. 2 അബ്രഹാം മോരിയ മലയ്ക്ക് പോകുന്ന വഴിയിൽ മോൻ ചോദിക്കുന്നുണ്ട്, അപ്പം യാഗമൃഗം എവിടെ, അല്ലെങ്കിൽ ഇങ്ങനെ പല കാര്യങ്ങളും ചോദിക്കുന്നു. ഏതൊരു അപ്പൻ്റെയും ഹൃദയത്തെ തകർക്കുന്ന കുറേ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എന്നാൽ അതൊന്നും മൈൻഡാക്കാതെ അവസാന സമയം വരെ ആ കത്തി എടുത്ത് യാഗപീഠം ഒരുക്കി യാഗം ചെയ്യാൻ ആ ടൈം വരെ കർത്താവ് മിണ്ടാണ്ടിരുന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യും. ദൈവത്തിൻ്റെ നന്മ വെളിപ്പെടാണ്ട ടൈം ആകുമ്പോൾ നമ്മൾ തിരിച്ചു അവസാന സമയം വരെ ആ ഒരു ലാസ്റ്റ് ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിലായിരിക്കും ചിലപ്പം ദൈവം നമുക്ക് ആ നന്മ വെച്ചിരിക്കുന്നത്. നമ്മൾ അവിടെ എത്തൂല. അതിനു മുമ്പേ ദൈവം ഇത്രയും ഞാൻ ചെയ്തിട്ട് ദൈവം എന്നെ കണ്ടില്ല, ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് നമ്മൾ മടങ്ങി വരാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ദൈവത്തിൽ നമ്മൾ നിൽക്കുവാണെങ്കിൽ വിശ്വസിക്കണം. മഴ പെയ്യാൻ പ്രാർത്ഥിച്ചാൽ കുടയും കൊണ്ട് തന്നെ പുറത്തു പോകണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകത്തുള്ളൂ. അപ്പം അതുപോലെ ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിന് വേണ്ടി പ്രയത്നിക്കുക. ഇനി ഞാൻ ചെറിയ 2-3 എൻ്റെ ലൈഫിൽ വരുന്ന കുറച്ച് കഥകളും അതുപോലെ കുറച്ച് കാര്യങ്ങൾ എന്നെ ഒത്തിരി ബലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ചില പാസ്റ്റേഴ്സിൻ്റെ ടെസ്റ്റിമണി ഞാൻ ഒത്തിരി ഇരുന്ന് കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യും. പാസ്റ്ററിനോട് അങ്ങനെയാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ ഈ കാര്യങ്ങളെ സംസാരിക്കാറുള്ളൂ. അപ്പം അങ്ങനെ എൻ്റെ ലൈഫിൽ കേട്ടപ്പെട്ട ഒരു ചെറിയൊരു കഥയുണ്ട്. ഒരു രാജാവിൻ്റെ പിറന്നാളെ സംബന്ധിച്ചിട്ട് രാജാവ് ഒരു വിളംബരം ചെയ്തു. ഈ നാട്ടിലുള്ള എല്ലാവർക്കും എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് സാധനം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് നിങ്ങൾക്ക് തരും. അങ്ങനെ രാജാവ് ഒരു ഇത് പുറപ്പെടുവിച്ചായിരുന്നു. അപ്പം എല്ലാ നാട്ടുകാരും ആ ദിവസത്തിന് വേണ്ടി എന്ത് ചെയ്തു? കാത്തിരുന്നു. നമ്മളും കാത്തിരിക്കും. അല്ലെങ്കിൽ ഓണത്തിന് കിറ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കാത്തിരിക്കും. അത് കിട്ടാൻ വേണ്ടി എത്ര ക്യൂ നിന്ന് വേണമെങ്കിലും നമ്മൾ മേടിക്കും. അപ്പം അങ്ങനെ കാത്തിരുന്നു. ആ ദിവസം വന്നു. ഓരോരുത്തരും അവരുടേതായ കാര്യങ്ങൾ വീട്ടിൽ പ്ലാൻ ചെയ്ത് അത് പറയണം, ഇത് പറയണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞു. ചിലർ വാഹനം മേടിച്ചു, ചിലർ മകളുടെ കല്യാണത്തിനുള്ള പൈസ മേടിച്ചു, ചിലർ ഫ്രിഡ്ജ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുന്ന പോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം രാജാവ് ചെയ്തു കൊടുത്തു. എന്നിട്ട് രാജാവ് അവിടുത്തെ പ്രജയോട് ചോദിച്ചു, ഇനി ആരെങ്കിലും വരാനുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഒരു കുടുംബം മാത്രം വന്നിട്ടില്ല. അപ്പോൾ രാജാവിന് അത് അതിശയമായി. ഞാൻ ഇത്രയും വലിയൊരു ഓഫർ വെച്ചിട്ടാണ് ആ കുടുംബം എന്തുകൊണ്ടാണ് വരാത്തത്? രാജാവിന് അത് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയായി. അന്നേരം രാജാവ് പറഞ്ഞു, എന്നാൽ അവരെ ഒന്ന് വരുത്താൻ പറഞ്ഞു. അവരുടെ ആവശ്യം എന്താണെന്ന് എനിക്കറിയണമല്ലോ, എന്തുകൊണ്ടാണ് അവർ വരാത്തത്. അപ്പം അങ്ങനെ ഇവർ പോയി വരുത്തി. അപ്പം ആ മനുഷ്യൻ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. പുള്ളിക്കാരൻ നമ്മുടെ രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് രാജാവ് ചോദിച്ചു, എന്താ ഞാൻ ഇത്രയും വലിയ ഓഫർ വെച്ചിട്ടും നീ അത് സ്വീകരിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, രാജാവ് എൻ്റെ ആഗ്രഹം ഒരു ചെറിയ ആഗ്രഹമാണ്, അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, അതെന്താ ചെയ്യാൻ പറ്റാത്തത്? ഞാൻ എന്ത് കാര്യമാണെങ്കിലും നിനക്ക് ചെയ്തു തരത്തില്ലെന്ന് പറഞ്ഞു. ഒരു ദിവസം രാജാവ് എൻ്റെ വീട്ടിൽ താമസിക്കും. ഇതായിരുന്നു പുള്ളിക്കാരൻ്റെ ഓഫർ. അപ്പം രാജാവ് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലേ. അപ്പോൾ അവിടുത്തെ മന്ത്രി പറഞ്ഞു, രാജാവ് പുള്ളിയുടെ വീട്ടിലോട്ട് വഴിയില്ല, രാജാവിന് പോകാൻ വേണ്ടി വഴിയില്ല, പുള്ളിക്ക് നല്ലൊരു വീടില്ല, രാജാവിന് താമസിക്കാൻ പറ്റിയ വീടില്ല. അങ്ങനെ കുറേ നെഗറ്റീവ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ രാജാവ് പറഞ്ഞു, വഴിയില്ലെങ്കിൽ എന്താ കുഴപ്പം, എനിക്ക് വേണ്ടി വഴി വെട്ടും. വീടില്ലെങ്കിൽ എന്താ കുഴപ്പം, എനിക്ക് വേണ്ടി വീട് വയ്ക്കും. അവിടെ രാജാവിന് എങ്ങനെ താമസിക്കാൻ പറ്റുമോ അതുപോലെയുള്ള സാഹചര്യം ഉണ്ടാക്കി. എന്നിട്ട് രാജാവ് ഒരു ദിവസം അവിടെ പോയി താമസിച്ചു, മടങ്ങി വന്നു. അപ്പോൾ അതുവരെ അവരുടെ ജീവിതത്തിൽ തൊട്ടയൽക്കാർ വഴി കൊടുക്കത്തില്ലായിരുന്നു.
വഴി വെട്ടാൻ വയ്യ വഴക്കുണ്ടാക്കുമായിരുന്നു. പക്ഷേ ആ രാജാവ് വന്നപ്പോൾ എന്ത് ചെയ്തു? ആരെയും അനുവാദം ചോദിക്കാതെ വഴി വെട്ടി. ഭവനമില്ലായിരുന്നു, ഭവനം ഒന്നും, അവരെ നന്മകൾ, ആഹാരം എല്ലാം വളരെ കുറവായിരുന്നു. പക്ഷേ ആ രാജാവ് വന്നപ്പം രാജകീയ ഭോജനം, രാജകീയ വീട് ആയി മാറി. അല്ലെങ്കിൽ തന്നെ പണ്ടൊക്കെ ആണെങ്കിൽ പുള്ളിക്കാരൻ കടയിൽ ചെന്നിട്ട് 5 കിലോ അരി വേണം, കടം തരൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാത്ത മനുഷ്യൻ ഇന്ന് കാണുമ്പോഴേ നിനക്ക് എന്ത് വേണമെന്ന് അങ്ങോട്ട് ചോദിക്കാനിടയായി. മക്കൾ ആരും മൈൻഡ് ചെയ്യാതെ സ്കൂളിൽ പോകുമ്പോൾ പിള്ളേർ പഠിപ്പിക്കില്ല. പിള്ളേരുടെ അടുത്ത് ചോദിക്കാറാണ്, ഇവിടെ എങ്ങനെയുണ്ടോ രാജകുമാരി, അല്ലെങ്കിൽ രാജാവിൻ്റെ പിള്ളേർ എങ്ങനെയുണ്ട്? അവർക്ക് അവിടെ വിലയായി. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ രാജാവിൻ്റെ മക്കളാണ്. ആ കർത്താവിൻ്റെ അടുത്ത് പോയി നിന്ന് സൂപ്പർ മാർക്കറ്റിൽ ചോദിക്കുമ്പോൾ 2 കിലോ അരി അങ്ങനെ ചോദിക്കാണ്ട് കർത്താവിനെ നമ്മുടെ ഉള്ളിലോട്ട് കൊണ്ടുവരും, നമ്മുടെ ഭവനത്തിലോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ എല്ലാം ദൈവം തരും. അതുപോലെ തന്നെയാണ് മറ്റൊരു വചനം, ഞാൻ ചിലതൊക്കെ സ്കിപ്പായി. ഞാൻ എൻ്റെ ലൈഫിൽ അന്ന് മുതൽ ഇന്ന് വരെ ഇത്രയും കാലം ജീവിച്ചു, ദൈവം എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, എല്ലാം ചിന്തിക്കുമ്പോൾ എനിക്ക് ഒരു വചനമാണ് എന്നെ എപ്പോഴും ബലപ്പെടുത്തുന്നത്. മത്തായി 6:33, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോയാലും ആദ്യം ദൈവത്തിൻ്റെ കാര്യം, എന്തും ദൈവത്തിന് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യം നോക്കിയത്. കാരണം നമുക്ക് ദൈവം തന്നിരിക്കുന്ന വെറും 80 വർഷം അല്ലെങ്കിൽ ഒരു 70 വർഷം മാത്രമാണ് ഇവിടുത്തെ ജീവിതം. എന്തിനാണ് ആ ജീവിതം തന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിച്ച് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ചെയ്ത് നിത്യതയാണ് നമ്മുടെ മെയിൻ ഫോക്കസ്. അപ്പം ദൈവം ക്രൂശിൽ മരിക്കാൻ വന്നതിൻ്റെ മെയിൻ അർത്ഥം തന്നെ നമ്മുടെ പാപത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. കർത്താവ് ഇവിടെ വന്നത് അത്ഭുതം ചെയ്യാനാണോ? അല്ല. കർത്താവിൻ്റെ മെയിൻ ഫോക്കസ് എന്തായിരുന്നു? നമുക്ക് വേണ്ടി മരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ ദൈവം വന്ന വഴിയിൽ അത്ഭുതങ്ങൾ നടന്നു, ഒത്തിരി കാര്യങ്ങൾ നടന്നു. പക്ഷേ ഫോക്കസ് ഏതായിരുന്നു? ഇത് നമ്മുടെ ക്രൂശീകരണമായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ജീവിക്കുമ്പോഴും നമ്മുടെ ഫോക്കസ് എപ്പോഴും നിത്യതയിലായിരിക്കണം. നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് വീട് കിട്ടാം, കാറ് കിട്ടാം, എല്ലാ നന്മകൾ കിട്ടാം. ഇനി ഇതൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മുടെ ഫോക്കസ് ഒരിക്കലും മാറാൻ പാടില്ല, നിത്യതയായിരിക്കണം. അതാണ് ഇപ്പോൾ പാസ്റ്റർ ഇവിടെ ചെയ്യുന്ന കാര്യം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒത്തിരി പഠിപ്പിച്ചു. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ഈ ലോക ലൈഫ് നമുക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതില്ല എങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പലതായ ചിന്തകൾ വരും, പല ബുദ്ധിമുട്ടുകൾ വരും. നമുക്ക് അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ, ഏത് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് പിന്മാറണോ, ദൈവത്തോടെ നിൽക്കണോ, പല ചിന്ത വരും. പക്ഷെ പരിശുദ്ധം ഉണ്ടെങ്കിൽ നമ്മൾ സ്മൂത്തായിട്ട് അത് കൊണ്ടുപോയി നിത്യത വരെ അത് ചേർക്കും. എൻ്റെ പൊന്നു മോനെ, നാളെ നിൻ്റെ മരണമെന്ന് നീ അറിഞ്ഞ നീ എന്തൊക്കെ ചെയ്യും? ഞാൻ കടം വാങ്ങിച്ചവന് കടം തിരിച്ചു കൊടുക്കും, പിണങ്ങിയവരോടെല്ലാം ഞാൻ മിണ്ടും, എൻ്റെ ലൈഫിൽ എന്തൊക്കെ ക്ലിയർ ആവാനുണ്ടോ ഞാൻ എല്ലാം ചെയ്യും. അപ്പം നമുക്ക് നാളെ മരണമെന്ന് പറഞ്ഞ് ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നല്ലവരായിട്ട് ജീവിക്കാൻ മാക്സിമം ശ്രമിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മളത് മുമ്പിൽ കാണുക. ആ മരണത്തിന് ശേഷം ഒരു നിത്യതയുണ്ട് എന്നുള്ളതും കാണുക. ഈ ലോകത്തിൽ നമുക്ക് എന്ത് കിട്ടുന്നോ, എന്ത് ചെയ്യുന്നോ എന്നുള്ളതല്ല, സഭയ്ക്കും ദൈവത്തിനും ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. സഭയ്ക്ക് കൊടുക്കാനുള്ളത് സഭയ്ക്ക് കൊടുക്കുക. ഞാൻ കുറച്ച് കാലം മുമ്പേ ഞങ്ങളുടെ ചർച്ചിൽ നേരത്തെ ഒരു പാസ്റ്റർ ഉണ്ട്. അപ്പം പപ്പ ഒരു ചെറിയൊരു രോഗത്തിൻ്റെ അസ്വസ്ഥതയായിട്ട് ICUലായിരുന്നു. ആ ടൈമിൽ എനിക്ക് പ്രോഗ്രാമിനോ വർക്കിനോ ഒന്നിനും പോകാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും പാസ്റ്റർ ഞങ്ങളെ പപ്പയെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് വരുമായിരുന്നു. അപ്പം എനിക്കതുവരെ ഈ യൂട്യൂബിൽ നിന്നൊക്കെ ചെറിയ പേയ്മെൻറ്റ് വരും. അതുപോലെ വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, അതിൽ നിന്നും പേയ്മെൻറ്റ് വരും, എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ വർക്കൊന്നും ചെയ്യാതെ ഹോസ്പിറ്റലുമാണ് ഇച്ചിരി ടൈറ്റായി വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു, അതിൽ പേയ്മെൻറ്റ് വരും എന്നുള്ളത് നീ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് വലുതായിട്ട് ശ്രദ്ധിച്ചില്ല. പക്ഷേ ആ ഹോസ്പിറ്റലിൽ കിടന്ന ടൈമിൽ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അതുവരെ ഇല്ലാത്തൊരു എമൗണ്ട്, എന്നെ അതുവരെ ദൈവം അത് കാണിച്ചിട്ടില്ല, ഒരു എമൗണ്ട് അതിനകത്ത് സേഫായിട്ട് കിടന്നു. പക്ഷെ ആ കറക്റ്റ് ടൈം ആയപ്പം ദൈവം അതെനിക്ക് ഓപ്പൺ ചെയ്തത്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് പാസ്റ്റർ ഞങ്ങളുടെ പപ്പയെ കാണാൻ വേണ്ടിയിട്ട് വന്നത് ഹോസ്പിറ്റലിൽ. അപ്പം പാസ്റ്ററിന് ഞാൻ ഇതിൽ നിന്ന് കിട്ടിയ ഒരു ദശാംശം പാസ്റ്ററിന് കൊടുക്കുവാണ് അങ്ങോട്ട്. പാസ്റ്റർ, നിങ്ങളിപ്പം കഷ്ടതയിലല്ലേ, ഞാൻ അങ്ങോട്ടല്ലേ തരാണ്ട്, അപ്പം നീ എന്തിനാ ഇങ്ങോട്ട് തരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് പപ്പ വയ്യാണ്ട് കിടക്കുന്നുണ്ട്, അത് പാസ്റ്ററിന് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് പാസ്റ്റർ കൊടുക്കണം, അത് നിങ്ങൾ അവരായിട്ടുള്ള തീരുമാനമാണ്. പക്ഷേ എൻ്റെ നന്മയ്ക്ക് പാസ്റ്റർ തടസ്സമാവരുത്, ഞാൻ തരുന്നത് വാങ്ങിച്ച് തന്നെയാണ്. അത് കൊടുത്തതിന് ശേഷം എൻ്റെ ലൈഫിൽ ഇന്ന് വരെ ഞാൻ ഇപ്പോഴും അതാ പറയുന്നത്, എപ്പോഴും ദൈവത്തിൽ നിന്ന് കൊടുത്ത് വാങ്ങാൻ പഠിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ലോകപരമായി എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയില്ല. അപ്പം ചോദിക്കുന്നില്ലേ, ആ ദൈവത്തെ അറിയാത്തവൻ വളരുന്നില്ലേ? ശരിയായിരിക്കാം, ഓട്ടോമാറ്റിക്കലി അവർ വളരുന്നുണ്ട്, എല്ലാവരും വരുന്നു. ഈ നമ്മുടെ ഇവിടുത്തെ ലോകത്തിലെ വളർച്ചയെല്ലാം നമ്മുടെ മരണം കൊണ്ട് തീരും, അതിനുശേഷം നമുക്കൊന്നുമില്ല. അപ്പം അതിനുശേഷം നമ്മൾ ഒറ്റയ്ക്കാകാണ്ടിരിക്കണമെങ്കിൽ പാസ്റ്റർ പറയുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചാൽ
മരണശേഷം നമ്മുടെ കൂടെ വരുന്നത് ഈ പരിശുദ്ധമാവ് മാത്രമേ ഉള്ളൂ. വേറെ ഒറ്റ മനുഷ്യൻ വരത്തില്ല. ഈ പറഞ്ഞവരോ നമ്മൾ സഹായിച്ചവരോ ഒരു വ്യക്തികളും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക, നിത്യതയ്ക്ക് വേണ്ടി ഓടുക. ലോകത്തിൽ നേടുന്നത് അതിൽ പ്രത്യാശ വയ്ക്കാതെ ദൈവത്തിൽ പ്രത്യാശയ്ക്ക് ഓടുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ പാസ്റ്ററോടും സഭയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.